ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? 1 കൊരിന്തോസ് 6-9 അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും നീതിയോടെ വർത്തിക്കുവാനായിട്ടാണ് യേശു വിളിച്ചിരിക്കുന്നത്. കാരണം നാം ഓരോരുത്തരും വിശുദ്ധരാണ്. വിശുദ്ധരായ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ദൂതന്മാരെ പോലും വിധിക്കേണ്ടവരായ നമ്മൾ സഹോദരങ്ങൾക്കെതിരെ പരാതിയുമായി ന്യായാസനങ്ങൾ കയറിയിറങ്ങുകയാണ്. എന്ത് കഷ്ടമാണ് നമ്മുടെ ജീവിതം! 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞവൻ്റെ അനുയായികൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കാതെ ന്യായാസനങ്ങളുടെ പുറകെ നടക്കുന്നു. ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് യേശുവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.